നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് എന്ന് പറഞ്ഞു തന്നു. അങ്ങനെ ഈ ജീവിതത്തിലെ ആവശ്യമായ പാഠങ്ങൾ മുഴുക്കെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. അമ്പലത്തിൽ പോകുന്നത് എന്തിനാണെന്ന് മുത്തച്ഛൻ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് മുത്തച്ഛൻ പറഞ്ഞു തന്നതെന്നും അതിൽ നിന്ന് സാറിന്റെ ഉരുത്തിരിഞ്ഞൊരു വീക്ഷണവും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? അമ്പലങ്ങളുമായുള്ള പരിചയം നന്നേ ചെറിയ വയസ്സിൽ തുടങ്ങിയതാണ്. അമ്മ ഒക്കത്തെടുത്ത് ധർമ്മശാസ്താവിൻ്റെയും പെയ്യാപ്പൊന്തലമ്മയുടെയും പള്ളിപ്പുറത്തുകാവിലമ്മയുടെയും ഒക്കെ നടയിൽ കൊണ്ടുപോയി എൻ്റെ ചെറിയ കൈകൾ പിടിച്ചു കൂട്ടി കൂപ്പിച്ച് അമ്പാട്ടി രക്ഷിക്കണേ എന്ന് പറയാൻ തുടങ്ങിയ കാലം തൊട്ട് ഉണ്ടായതാണ് ഈ പരിചയം. പിന്നെ കൊച്ചുകുട്ടി എന്ന അവസ്ഥ മാറിയിട്ട് തനിയെ അമ്പലത്തിൽ പോകാൻ തുടങ്ങിയപ്പോഴും എൻ്റെ പ്രാർത്ഥന ഈ രണ്ട് വാക്കുകൾ തന്നെയായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് എല്ലാ മാസവും തിങ്ങത്തൊഴിലിന് ഗുരുവായൂർക്ക് പോകുന്ന മുത്തച്ഛൻ്റെ കൂടെ എനിക്കും പോകണം എന്നൊരാഗ്രഹം ഉണ്ടായത്. ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ബസ്സും വണ്ടിയും കാറും ഒന്നുമില്ല. നടന്നു പോകണം. 10-18 കിലോമീറ്റർ നടക്കണം. അദ്ദേഹത്തിൻ്റെ പതിവ് രാവിലെ നേരത്തെ എണീറ്റ് 5 മണിക്ക് നടക്കാൻ തുടങ്ങും. ഒരു 9 മണിയാകുമ്പോൾ അവിടെ ചെല്ലും. രാത്രി ഒരു 7-7:30 തിരിച്ചു വരും. അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ് പതിവ്. പോണം എന്ന് ഞാൻ മുത്തശ്ശനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. വരട്ടെ കുട്ടി എന്ന് മുത്തശ്ശനും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 10-11 വയസ്സായപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇത്തവണ എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശൻ്റെ കൂടെ രാവിലെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോണത്. നടന്നവിടെ എത്തിയപ്പോഴേക്കും തന്നെ ക്ഷീണിച്ചു. വഴിയിലാകെ കിട്ടിയത് ഒരു പാത്രം ചായയും കുറച്ച് പുട്ടും ഒരു പപ്പടവും ഒരു പഴവും ഒക്കെയാണ്. അത്രയേ ഉള്ളൂ. വഴിയിൽ കച്ചവടക്കാരൊന്നുമില്ല അന്ന്. അവിടെ ചെന്ന് നേരെ അമ്പലക്കുളത്തിൽ പോയി കുടിച്ച് ക്ഷേത്രത്തിൽ കടന്ന് തൊഴുതു. ആളും തിരക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സമാധാനവും ശാന്തിയും എളുപ്പവും ഒക്കെ ഉണ്ട്. അങ്ങനെ തൊഴുത് അകത്ത് കടന്ന് തൊഴുത് നിൽക്കുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഇനി മുന്നിൽ കാണുന്ന അദ്ദേഹത്തെ മനസ്സിനകത്ത് വെച്ചോളൂ, കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മടങ്ങിപ്പോരുന്ന വഴിയിൽ ഞാൻ ചോദിച്ചു മുത്തശ്ശനോട്, എന്താ മുത്തശ്ശൻ എന്നോട് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? അമ്പലത്തിലെ ആളെ കാണാനല്ലേ നമ്മൾ വന്നത്? അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അമ്പലത്തിലെ ആളെ കാണാനാണ് വന്നത്, പക്ഷെ ആ ആളെ ഉള്ളിൽ നിർത്താനാണ്, അത് ശീലിക്കാനാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. ആ ആൾ അകത്തുണ്ട് എന്ന ബോധം അത് പിന്നീടാണ് അദ്ദേഹം ആ വേദാന്തം പഠിപ്പിക്കുന്ന 4 ചോദ്യങ്ങളിലൂടെ എന്നെ മനസ്സിലാക്കി തന്നത്. അന്ന് വൈകുന്നേരം തളർന്ന ആവശ്യനായി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കുടുംബ സദസ്സിൽ വെച്ച് മുത്തശ്ശനോട് ചോദിച്ചു, എന്തിനാ അവനെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയേ? കുറച്ചുകൂടെ വലുതായിട്ട് മതിയായിരുന്നില്ലേ എന്ന്. മുത്തശ്ശൻ പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം, എപ്പോഴാണ് അമ്പലത്തിലേക്ക് പോകേണ്ടത് എന്നും എന്തിനാണ് പോണത് എന്നും ആണ്. അമ്പലം എന്ന് പറയുന്നത് മനുഷ്യരായ നമ്മുടെ ശരീരം പോലെ ഒന്നാണ്. ഈ വിശാലമായ ലോകത്തിൽ ഒരു അമ്പലം, വിശാലമായ ലോകത്തിൽ നമ്മളും. നമുക്ക് നമ്മുടെ ദേഹത്തിനുള്ളിലേക്കുള്ള വഴികളായിട്ട് കുറച്ച് ഗോപുരങ്ങളുണ്ട്.
അത് കടന്നാൽ പിന്നെ അകത്ത് ഒരു ചുറ്റമ്പലമുണ്ട്. അത് മനസ്സിൻ്റെ ചുറ്റമ്പലമാണ്. അത് കഴിഞ്ഞ് വീണ്ടും അകത്തേക്ക് കടന്നാൽ ശ്രീകോവിലിന് ചുറ്റും ഒരു നടവഴിയുണ്ട്. അത് ബുദ്ധിയുടെ വഴിയാണ്. ആ പ്രദക്ഷിണവും കഴിഞ്ഞ് നടക്കിൽ വന്നു നിന്ന് അകത്തേക്ക് നോക്കിയാൽ, സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് അവിടെ കാണാവുന്ന കാര്യം നമ്മുടെ ഉള്ളിൽ തന്നെ കാണാവുന്ന കാര്യമായിരിക്കണം, ആവണം. അത് ശീലിക്കാൻ നല്ലത് ചെറിയ പ്രായത്തിലാണ്. വലിയ പ്രായത്തിലാകുമ്പോൾ ഇത്തിരി കൂടി പ്രയാസം വരും. ഈ ചുറ്റമ്പലത്തിൽ 4 ഭാഗത്ത് പുറത്ത് പ്രദക്ഷിണ വഴിയിൽ ഒരുപാട് ഉപദേവതമാർ പണ്ട് ഈ അമ്പലത്തിൽ വന്നിട്ടോ വരാതെയോ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞവർ, ഗുരുനാഥന്മാർ, ഇവരെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യത്തിലൂടെ നമ്മൾക്ക് നടന്ന് പോയിട്ട് ചുറ്റി പ്രദക്ഷിണ വെച്ച് ചിലപ്പോൾ എത്ര വേണമെങ്കിലും ചുറ്റാം. ചുറ്റുംതോറും നമുക്ക് ഈ അകത്തിരിക്കുന്ന ആളുടെ ധ്യാനം മനസ്സിൽ ഉറയ്ക്കണം. അങ്ങനെ ഉറച്ച് നമ്മൾ അകത്തേക്ക് കടന്നിട്ട് പിന്നെ ശ്രീകോവിലിന് ചുറ്റും നമ്മൾ ബുദ്ധിയിൽ വീണ്ടും ഈ അന്വേഷണവും ഈ നടപ്പും തുടരുന്നു. വേണ്ടത്ര ഭാവവും ഭക്തി, അത് കഴിഞ്ഞ് വേണ്ടത്ര ചിന്തയും കൂടി ഒത്തു കിട്ടിയാൽ പിന്നെ നമുക്ക് നടക്കിൽ വന്ന് നിന്ന് അകത്തേക്ക് നോക്കാവുന്നതാണ്. നമ്മളെ തന്നെ നമ്മൾ അകത്ത് കാണുന്ന അവസ്ഥ, ഈശ്വരനെ ഉള്ളിൽ കാണുന്ന അവസ്ഥ. അങ്ങനെ ഈശ്വരനെ ഉള്ളിൽ കാണാനാണ് നമ്മൾ പോകുന്നത് എന്നർത്ഥം. ആ ഈശ്വരൻ ഞാൻ തന്നെയാണെന്നും എൻ്റെ ഉള്ളിലിരിക്കുകയാണെന്നും വന്ന് നടന്നു പോരുന്ന വഴിയിൽ തിരിച്ച് മുത്തശ്ശൻ പറഞ്ഞു. കണ്ടില്ലേ ആ മുഖത്ത് ഒരു പുഞ്ചിരി? ആ ചിരി അകത്തുള്ള നടക്കും ഉണ്ടാകണം, എപ്പോഴും ഉണ്ടാകണം. എന്തു തന്നെ വന്നാലും അതിന് ഒരു മങ്ങലേൽക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഭാവം ലോകത്തോട്, നിന്നോട് തന്നെ, എല്ലാത്തിനോടും ഉണ്ടായാൽ പിന്നെ ദുഃഖങ്ങൾ ഉണ്ടാവില്ല. അതാണ് അമ്പലത്തിൽ നിന്ന് നമുക്ക് സാധാരണഗതിയിൽ ലഭിക്കാനുള്ള ഒരു കാര്യം. അതിന് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് ഇപ്പോൾ പറയുന്നതും പ്രസാദം എന്നാണ്. അമ്പലത്തിൽ പോയോ? പോയി. പ്രസാദം കിട്ടിയോ? കിട്ടി എന്ന് നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, പാൽപ്പായസം കിട്ടിയോ, പഞ്ചസാര കിട്ടിയോ, അട കിട്ടിയോ, വട കിട്ടിയോ, വെണ്ണ കിട്ടിയോ എന്നൊക്കെയാണ്. പക്ഷേ പ്രസാദം എന്ന വാക്കിന് അതല്ല അർത്ഥം. പ്രസാദം കൊണ്ട് എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്യാം എന്നാണ് ഗീത പറയുന്നത്. പ്രസാദമാണ് ഈശ്വര സാന്നിധ്യത്തിൻ്റെ സ്പഷ്ടമായ തെളിവും നമുക്ക് പ്രകടമായി കിട്ടാവുന്ന അനുഭവവും. പ്രസാദമുള്ള മനസ്സിലേക്ക് ദുഃഖങ്ങൾ കയറില്ല. അങ്ങനെ ഒരാളെ സങ്കടപ്പെടുത്താൻ ഒരു പക്ഷേ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും, എന്നാലും നടന്നില്ല എന്നും വരും. ധൈര്യത്തിനും ഒരു കുറവും ഉണ്ടാവില്ല. അപ്പോഴും ആ ചിരിക്ക് ഒരു മാറ്റവും വരില്ല. ഗീത പറയുമ്പോഴും ആ ആളുടെ മുഖത്തുള്ളത് ഇതേ ചിരിയാണ്. പ്രഹസൻ ഇവ ഭാരത എന്നാണ്. പരിഹസിക്കുകയാണോ എന്ന് ചെറുതായി തോന്നത്തക്ക രൂപത്തിൽ പോലുമുള്ള ഒരു ചിരി. ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഭക്തി വിഗ്രഹത്തിന് ഒരിക്കലും ഒരു വിഷാദഭാവമോ ദേഷ്യമോ മറ്റൊരു ഭാവമോ ഉണ്ടായിട്ട് നമുക്ക് അറിവില്ല. നിതാന്തമായ ഈ പുഞ്ചിരിയാണ്. അമ്മ ശിക്ഷിക്കുമ്പോഴും അവസാനമായി ഒരു കൂരമ്പേറ്റ് ദേഹം വെടിയേണ്ടി വരുമ്പോഴൊക്കെ തന്നെ ചുണ്ടിലുള്ളത് ആ ചിരിയാണ്. സങ്കടം എന്നൊന്ന് ഇല്ല എന്നർത്ഥം. പ്രസാദം ഉണ്ടായി കിട്ടുക എന്നതാണ് അധ്യാത്മവിദ്യയുടെ അടിസ്ഥാന ലാഭം എന്ന് വേണം നമുക്ക് തീരുമാനിക്കാൻ. അത് ഉണ്ടായിക്കിട്ടാനുള്ള എളുപ്പമാർഗം അമ്പലത്തിൽ പോയി ഇങ്ങനെ മനസ്സിലും ബുദ്ധിയിലുമൊക്കെ പ്രദക്ഷിണം വെച്ച് അകത്ത് ശ്രീകോവിലിരിക്കുന്ന ആളെ തിരിച്ചറിഞ്ഞ് ആ ആളുമായിട്ടുള്ള ഒരു താതാത്മ്യം കുട്ടിക്കാലത്തെ സമ്പാദിക്കുകയാണ്. അതാണ് ക്ഷേത്ര സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് വേണം കരുതാൻ. പക്ഷേ ഭഗവത്ഗീതയിൽ ക്ഷേത്രം എന്ന വാക്ക് ഈ ഒരു അർത്ഥത്തിലല്ല ഉപദേശിക്കുന്നത്.
ക്ഷേത്രം മനുഷ്യ ശരീരം അഥവാ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഘാതങ്ങളും എന്ന അർത്ഥത്തിലാണ്. ഒരു പാറക്കല്ലാവാം, ഒരു മഹാമേരു ആവാം, ഒരു മനുഷ്യനാവാം, ഒരു ഉറുമ്പാവാം, ഒരു പരമാണുവാവാം, അതിൻ്റെ തന്നെ ഘടകങ്ങളായ കോർക്കുകളാവാം, എന്തുമാവാം. ഓരോന്നും ഓരോ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രങ്ങളൊക്കെ ഒന്നിലേക്ക് ഒന്ന് ടെലിസ്കോപ്പ് ചെയ്ത് നിതാന്തമായ ഒരു സൗമ്യ ചങ്ങലയായിട്ട്, ശൃംഖലയായിട്ട് നിലനിൽക്കുന്നു. ആ ക്ഷേത്രത്തിൻ്റെ മുഖമായിട്ടുള്ളതും ഈ പ്രസാദമാണ്. വാസ്തവത്തിൽ പ്രകൃതിയുടെ ആ പ്രസാദമാണ് പുലർകാലത്തെ സൂര്യോദയത്തിലെ വലിയ പുഞ്ചിരിയായിട്ട് നമ്മൾ കാണുന്നത്. പ്രകൃതിക്ക് എപ്പോഴും ഈ പ്രസാദമാണ് ഉള്ളത് എന്നാണ് പണ്ടുള്ളവർ പറയാറ്. ഇടയ്ക്കൊരു ഇടിവെട്ടുണ്ടാവും, ഒരു മഴയുണ്ടാവും, വെള്ളപ്പൊക്കം ഉണ്ടാവും, കെടുതി ഉണ്ടാവും, നാശം ഉണ്ടാവും. അപ്പോഴൊക്കെയും നമുക്ക് പ്രത്യക്ഷമായിട്ട് കിട്ടുന്ന ഈ നിസ്സാരങ്ങളായ പ്രകടനങ്ങൾക്ക് പിന്നിൽ വിദൂരമായ ആകാശത്ത് ചിരി തന്നെയാണ് സ്ഥായിയായ ഭാവം എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഈ പറയുന്ന മഹാമാരി കൊണ്ടൊന്നും ഒരു ചാഞ്ചല്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ ഒരു സുഹൃത വശം. ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു കിൻഡർ ഗാർട്ടൻ എന്ന് പറയുന്ന പരിശീലനം പോലെ തന്നിലേക്ക് ചുറ്റി എത്താനുള്ള ഒരു പരിശീലനമായിട്ടാണ് പണ്ടുള്ളവർ ഉദ്ദേശിച്ചത്. അവിടെയുള്ള ചടങ്ങുകളും ആചാരങ്ങളുമൊക്കെ ഐതിഹ്യങ്ങളുമൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ വലിയ കാര്യമായിട്ട് എടുക്കണ്ട എന്നാണ് മുത്തശ്ശൻ എനിക്ക് തന്ന മറുപടി. ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള ഇത്തരം ആചാരങ്ങളും അതിൻ്റെ കണിശതയുമൊക്കെ ചില ആളുകൾ അവർക്ക് അവിടെയുള്ള സ്ഥാനമാനങ്ങൾ പാലിക്കാൻ വേണ്ടി ചിട്ടപ്പെടുത്തി വെച്ച പഠിക്കാൻ ഇത്തിരി പ്രയാസമുള്ള ചില കാര്യങ്ങളാണ് എന്ന് മാത്രം ധരിച്ചാൽ മതി. അതൊന്നും ഇല്ലെങ്കിലും ക്ഷേത്രം ക്ഷേത്രമാണ്. നമുക്ക് ഈശ്വരന് ഒരുപാട് പാൽപ്പായസമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. മുത്തശ്ശൻ പറഞ്ഞത് ഒരു ഇത്തിരി വെള്ളമോ 2 പൂവോ ഒരു 2 ഇലയോ ഒക്കെ മതി അദ്ദേഹത്തിന്. എന്ന് വെച്ചാൽ നമ്മൾ എന്തോ കൊടുക്കുന്നു, നമ്മളെന്തോ നമ്മുടേതായ എന്തോ ഒന്ന് കൊടുക്കുന്നു. ആ കൊടുക്കുന്നത് ബഹുമാനപൂർവമാണ്, സ്നേഹപൂർവമാണ്. അതാണ് അർച്ചന, അതാണ് അർപ്പണം. അവിടെ വലിയ വഴിപാട് കഴിച്ചിട്ട് വലിയ പ്രതിഫലം കിട്ടും എന്ന് വിചാരിക്കുന്നത് ഭോഷ്കാണ് എന്നർത്ഥം. ഏറ്റവും ചെറിയ വഴിപാട് കഴിച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രസാദം തനിക്ക് ഉണ്ടായി കിട്ടാൻ പ്രയത്നിക്കുകയും ഉണ്ടാക്കിയെടുക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഏത് ചെറിയ അമ്പലത്തിലായാലും ഏത് വലിയ അമ്പലത്തിലായാലും കുട്ടികളെ കൊണ്ടുപോയിട്ട് അവർക്ക് ഈ പരിശീലനം കൊടുക്കുന്നത് ഏത് ആരാധനാലയത്തിലായാലും കൊള്ളാം, അത് ഏത് മതത്തിൻ്റെ ആരാധനാലയത്തിലും കൊള്ളാം, നല്ലതാണ് എന്നാണ് എൻ്റെ പക്ഷം. മനസ്സിനൊരു ഒതുക്കവും അല്പമൊരു ശിക്ഷണവും നിയന്ത്രണവും പ്രസാദവും ഈ ഒരു കിൻഡർ ഗാർട്ടൻ പരിശീലനം കൊണ്ട് കിട്ടും എന്നതും നിസ്തർക്കമായ സംഗതിയാണ്. എല്ലാവർക്കും പ്രസാദമുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.